ഹലോ, എല്ലാവർക്കും നമസ്കാരം. വിബ്ജൂർ അക്കാഡമിയുടെ കീഴിൽ നടക്കുന്ന മാത്സ് വിത്ത് ജെ കെ എന്ന പദ്ധതിയിലൂടെ SSLC 2024-25 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ടേം എക്സാമിന് വർക്കൗട്ട് ചെയ്യാനുള്ള വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നൽകിയിരുന്നു ഗ്രൂപ്പിലൂടെ. അതിൻ്റെ സമഗ്രമായ ഒരു ആൻസറിങ് സെഷനാണ് 3 വീഡിയോകളിലായി നമ്മളിനി അയക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ പൂർണ്ണമായും കാണുകയും ഉപകാരപ്രദമുള്ള എല്ലാ കൂട്ടുകാരിലേക്കും അത് എത്തിക്കുകയും വേണം എന്ന് വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യങ്ങളെ എങ്ങനെയാണ് ശരിയായ രൂപത്തിൽ ഉത്തരം ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ അയച്ചിട്ടുള്ള ചോദ്യ പേപ്പർ വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ അതിൻ്റെ ആൻസർ ഉണ്ടാവും. അപ്പോൾ ആ ആൻസറിൽ എന്തൊക്കെയാണ് കറക്ഷൻസ് ഉള്ളത് എന്ന് തിരുത്തുകയും മാത്രമല്ല അതിൻ്റെ ശരിയായ ഉത്തരം എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എന്ത് ചെയ്യാം, എഴുതി വെക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ്. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമ്മൾ എഴുതാൻ പോകുന്ന പരീക്ഷയിൽ ഫസ്റ്റ് ടേം എക്സാമിൽ നല്ലൊരു മാർക്ക് നിങ്ങളുടെ നിലവിലെ ലെവലിനെക്കാട്ടിലും നിങ്ങൾ പഠിച്ചതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ ഉറപ്പായും സാധിക്കും. എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. എന്താണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? 5n+3 ആണ് നമ്മുടെ ആൽജിബ്രിക് ഫോം. എന്താണ് ആൽജിബ്രിക് ഫോം? ബീജഗണിത രൂപം. എന്താണ് ബീജഗണിത രൂപം എന്ന് പറയുന്നത്? 5n+3 ആണ് ബീജഗണിത രൂപം. ഓക്കെ, അതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റൈറ്റ് ദ സീക്വൻസ് എന്താണെന്നുള്ളത് എഴുതണം. ഓക്കെ, ശ്രേണി എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മൾ ഇതാ നോക്കിക്കോ, ഞാൻ ഇതിൽ തന്നെ ആൻസർ ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ ചോദ്യം ആയതുകൊണ്ടാണ് നിങ്ങൾ നോട്ട് ബുക്കിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാൻ നോക്ക്. നമ്മുടെ ഫസ്റ്റത്തെ ടേം, ഒന്നാമത്തെ ടേം കണ്ടുപിടിക്കണം. എന്താ ഒന്നാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കുക? 5 × 3 5 × 3 5 × 1 5 × 1 പ്ലസ് 3. 5 × 1 പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. 5നോടൊപ്പം 3 പ്ലസ് ചെയ്താൽ എന്താ വരിക? നമുക്ക് 8 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ടേം 8 ആണ്. രണ്ടാമത്തെ ടേം എന്താ വരിക? ഈ 5 × 1 ചെയ്തതിന് പകരം 2 ചെയ്യണം. 5 × 2 ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 10. അപ്പോൾ x2 = 5 × 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 13 എന്ന് വരും. 13 എന്ന് വരും. x3 വരുമ്പോൾ എന്ത് വരും? ഈ പറഞ്ഞ n-ൻ്റെ മുമ്പിലുള്ള സംഖ്യ ഉണ്ടല്ലോ 5, ഈ 5 പറയുന്ന സാധനം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് 8 കിട്ടി, പിന്നെ 13 കിട്ടി, പിന്നെ അതിനോടൊപ്പം 5 കൂടും 18. അപ്പോൾ നമ്മുടെ സീക്വൻസ് എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ 8, 13, പിന്നെയോ 18 എക്സെട്ര. ഇതായിരിക്കും. ഓക്കെ, 18 എക്സെട്ര. ഇനി നമ്മുടെ വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഓഫ് ടേംസ് ഇൻ സീക്വൻസ് ഡിവൈഡഡ് ബൈ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ് വരിക എന്ന് ചോദിച്ചാൽ, നമ്മുടെ എന്താണ് ആൽജിബ്രിക് ഫോം? 5n+3. 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ വരിക എന്നറിയോ? ഈ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? ബി ക്വസ്റ്റ്യൻ ആൻസർ 3 ആണ്. ഇങ്ങനെ എഴുതിയ ആൾക്കാർക്ക് മാർക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ സ്റ്റെപ്പൊന്നും നമുക്കിവിടെ ആവശ്യമായിട്ട് എന്ത് ചെയ്യണില്ല, വരുന്നില്ല. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എ കോഡ് AB ആൻഡ് CD ആർ ഇൻ്റർസെക്റ്റിംഗ് അറ്റ് P. മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. നോക്ക് നിങ്ങൾ, AB-യും A മുതൽ B വരെയുള്ളതും C മുതൽ D വരെയുള്ളത് എവിടെ കൂട്ടിമുട്ടിയിരിക്കുന്നത്? P എന്ന പോയിന്റിലാണ് കൂട്ടിമുട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ A മുതൽ B വരെയുള്ള നീളം 10 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് മൊത്തം 10 ആണ്. A മുതൽ B വരെ 10 ആണ്. P മുതൽ B വരെ 4 ആണ്. അപ്പോൾ നോക്ക്, ഞാനിവിടെ എഴുതുകയാണ് P മുതൽ 4 വരെ 4 എന്ന് എഴുതുകയാണ്. AB 10 ആണെങ്കിൽ, ഇത് മൊത്തം 10 ആണെങ്കിൽ, ഇവിടുന്ന് മുതൽ ഇതുവരെ 4 ആണെങ്കിൽ ഈ P മുതൽ A വരെ എത്രയായിരിക്കും വരിക? 6. ഓക്കെ, പിന്നെയോ PD 3 ആണ്. P മുതൽ D വരെ, ഈ P മുതൽ D വരെയുള്ള ദൂരം എത്രയാണ്? P മുതൽ D വരെയുള്ള ദൂരം 3 ആണ്. അപ്പോൾ ഇയാൾ എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ നമ്മുടെ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PA? P മുതൽ A വരെയുള്ള ദൂരം എത്രയാണ്? അപ്പോൾ PA ഈക്വൽ ടു എത്രയാണ്? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ് PA പറയണത്? PA ഈക്വൽ ടു 6 എന്നാണ് വരിക. PA ഈക്വൽ ടു 6. PA ഈക്വൽ ടു 6. പിന്നെ PC-ൻ്റെ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം, എല്ലാവർക്കും ഇക്വേഷൻ അറിയാം. ഒരു ഇക്വേഷൻ എന്താണ്? PA ×
പി ബി ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ എന്താ വരിക? പി മുതൽ എ വരെയുള്ള ദൂരം ഇവിടെ 6ആണ്, പി മുതൽ ബി വരെയുള്ള ദൂരം ഇവിടെ 4ആണ്, ഈക്വൽ ടു പി മുതൽ സി വരെയുള്ള ദൂരം അറിയില്ല, അപ്പോൾ പി സി തന്നെ എഴുതി, ഇൻറ്റു പി മുതൽ ഡി വരെയുള്ള ദൂരം 3ആണ്. അപ്പോൾ പി സിൻ്റെ നീളം എങ്ങനെ കണ്ടുപിടിക്കുക? ഈ 3നെ പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുക. ദെർഫോർ പി സി ഈക്വൽ ടു 6 ഇൻറ്റു 3 4/3 എന്നാവും. ഈ 3 അവിടെ പോകും, ഇപ്പുറത്ത് താഴെ പോകും. ഓക്കെ, അപ്പോൾ 6ഉം 3ഉം ക്യാൻസൽ ചെയ്ത് പോയാൽ എത്ര വന്നു? 2. 2 ഇൻറ്റു 4 പറഞ്ഞാൽ എത്ര വരിക? 8 സെൻറ്റിമീറ്ററിന് വരും. അതാണ് നമ്മുടെ ഏതിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? ഇതിൻ്റെ ലെങ്ത്ത് 8 എന്ന് വരും. 8 ഇവിടെ മുതൽ ദൂരം ലെങ്ത്ത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യനാണ്. ദ സർക്കിൾ ഈസ് ഡ്രോ വിത്ത് ദ ഡയമീറ്റർ എ ബി. ഈ പറഞ്ഞ എ മുതൽ ബി വരെയുള്ള ദൂരം ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഒരു സർക്കിൾ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? ഈ ക്യൂവിൻ്റെ പൊസിഷൻ എവിടെയായിരിക്കും? 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. 90 ഡിഗ്രിനെക്കാട്ടി കുറവാണെങ്കിൽ എവിടെയായിരിക്കും? 90 ഡിഗ്രിനെക്കാട്ടി കുറവാണെങ്കിൽ ഔട്ട് സൈഡ് ആയിരിക്കും. 90 ഡിഗ്രിനെക്കാട്ടി കൂടുതലാണെങ്കിലോ ഇൻസൈഡ് ആയിരിക്കും. 90 ഡിഗ്രി ആണെങ്കിൽ ഓൺ ദ സർക്കിൾ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പി പറയുന്ന ആളുടെ പൊസിഷൻ എവിടെ വരിക? പി പറയുന്ന ആൾ എവിടെ വരിക? 110 ഡിഗ്രിയാണ്. ഇൻസൈഡ് ദ സർക്കിൾ. വൃത്തത്തിന് അകത്ത് നിന്ന് വരും. ക്യൂവിൻ്റെ പൊസിഷൻ എവിടെയാണ് വരിക? ഔട്ട് സൈഡ് ദ സർക്കിൾ എന്ന് എഴുതാം. ഔട്ട് സൈഡ് ദ സർക്കിൾ. ഓക്കെ, ഈ രൂപത്തിലാണ് എഴുതുന്നത്. ദെൻ നാലാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താ നാലാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്? നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഈസ് ആസ്ക്ഡ് ടു സേ എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ഒരാളോട് 10നേക്കാൾ ചെറിയ നാച്ചുറൽ സംഖ്യ, എണ്ണൽ സംഖ്യ ആലോചിക്കാനായിട്ട് പറയണം. ഇത് എനിക്ക് തോന്നുന്നു 99% സ്റ്റുഡൻസ് തെറ്റിക്കുന്നൊരു സാധനമാണ്. അതായത് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ 10നെക്കാട്ടിലും ചെറിയ സംഖ്യകൾ മാത്രമേ മക്കളെ ആലോചിക്കാൻ പാടുള്ളൂ. അപ്പോൾ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ടോട്ടൽ എന്ന് പറഞ്ഞാൽ 9 നമ്പർ ഉണ്ടാവുള്ളൂ. 9 നമ്പർ. എങ്ങനെ? നാച്ചുറൽ നമ്പർ പറഞ്ഞാൽ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ലെസ് ദാൻ 10 10നേക്കാൾ ചെറുതായിരിക്കണം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. 10നേക്കാൾ ചെറുതായിരിക്കണമെങ്കിൽ 1 മുതൽ 9 വരെ എടുക്കാൻ പാടുള്ളൂ. അവിടെ തന്നെ തെറ്റിയാൽ നിങ്ങളുടെ പിന്നെ ശരിയാവുകയില്ല. അപ്പോൾ നമുക്ക് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ബീങ് ഓഡ്? എടുക്കുന്ന സംഖ്യ ഒറ്റ സംഖ്യ ആവാനുള്ള സാധ്യത എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? അങ്ങനെ എഴുതണ്ട, സ്റ്റെപ്പൊക്കെ എഴുതണേ നിങ്ങൾ. പ്രോബബിലിറ്റി ഓഫ് ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ കിട്ടാനുള്ള സാധ്യത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5/9 എന്നായിരിക്കും. കാരണം 1 3 5 7 9 അല്ലേ, ഇതുവരെയുള്ളതാണ്. വാട്ട് ഈസ് ഇത് അടുത്ത കറക്കുന്ന സാധനം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി ഈവൻ? ഇരട്ട സംഖ്യ ആകാതിരിക്കാനുള്ള സാധ്യത പറഞ്ഞാൽ ഒറ്റ സംഖ്യ ആവാൻ സാധ്യത തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസറും എത്ര തന്നെയാണ്? 5/9 തന്നെയാണ്. അതായത് ഇതേ സെയിം സാധനമാണ് ഇവിടെ വീണ്ടും ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ കറക്കാൻ വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ആ നിലയ്ക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കാണണം. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 2 മാർക്കിന് എത്ര ചോദ്യം ഉണ്ടാവും? 4 ചോദ്യം ഉണ്ടാവും പരീക്ഷയ്ക്ക്. അതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് എത്ര എണ്ണമാണ്? 3 എണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, 3 എണ്ണമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറ്റൻഡ് ചെയ്യേണ്ടത്. എല്ലാത്തിനും എത്ര മാർക്കാണ് നമുക്ക് കിട്ടുക? 2 മാർക്കാണ് കിട്ടുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് 3 മാർക്കിൻ്റെ കണ്ടൻറ്റിലേക്ക് പോവുകയാണ്. എന്താ നമ്മുടെ 6th ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തന്നിട്ടുള്ളത് മക്കളെ? 6th ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ആദ്യം എഴുതാം. SN ഈക്വൽ ടു 8n സ്ക്വയർ SN ഈക്വൽ ടു 2n സ്ക്വയർ പ്ലസ് 8n എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിതിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇതിൻ്റെ ഫസ്റ്റ് ടേമാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ വേറെ ഒരു പണിയുമില്ല. ഇവിടെ എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 × 1 സ്ക്വയർ. സെക്കൻഡ് ടേം കണ്ടുപിടിക്കാൻ അങ്ങനെ ചെയ്താൽ പോരാട്ടോ. 2 × 1 സ്ക്വയർ പ്ലസ് 8 × 1 ഇത് ചെയ്താൽ മതി. അപ്പോൾ 2 × 1 സ്ക്വയർ എത്രയാണ്? 1 ആണ്. 2 × 1 ചെയ്താൽ കഴിഞ്ഞാൽ 2 പ്ലസ് 8, അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 10. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഇനി നമ്മുടെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ് D ഈക്വൽ ടു നമ്മുടെ n സ്ക്വയറിൻ്റെ മുമ്പിൽ ആരാണ് നോക്കിയത് നിങ്ങൾ? n സ്ക്വയറിൻ്റെ മുമ്പിലുള്ള സംഖ്യ 2 ആണ്. അപ്പോൾ എത്രയാണ് n സ്ക്വയറിൻ്റെ മുമ്പിലുള്ള സംഖ്യ? അതെടുക്കുക, എന്നിട്ട് ഇൻറ്റു അതിനെ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. n സ്ക്വയറിന് മുമ്പിലുള്ള സംഖ്യ എത്രയാണെങ്കിലും അതിന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ 4. കോമൺ ഡിഫറൻസും കിട്ടി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പൂർത്തിയായിട്ടുണ്ട്. B ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ 10 ടേമിൻ്റെ സം എത്രയാണെന്നാണ്.
അപ്പോൾ S10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. S10 ഈക്വൽ ടു 2 ഇൻറ്റു, അല്ലാണ്ട് സമ്മിൻ്റെ വേറെ ഇക്വേഷനൊന്നും നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ഇൻറ്റു 10 സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു 10. എന്താ ഇപ്പോൾ ഞാൻ ചെയ്തത്? ഇവിടെ നമ്മുടെ ചോദ്യത്തിൽ n എന്ന് തന്നിട്ടുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? n എന്നുള്ളതിന് പകരം 10 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു എന്നത് മാത്രം. നമുക്ക് 10 സ്ക്വയർ ഇവിടെ 10. അപ്പോൾ എത്രയാണ് നമ്മുടെ 10 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 10 സ്ക്വയർ. 10 സ്ക്വയർ പറഞ്ഞു കഴിഞ്ഞാൽ 100 ആണ്. 100നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 100നെ 2 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 200 എന്ന് കിട്ടും. 200 പ്ലസ് 8 ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അപ്പോൾ ദ ആൻസർ ഈസ് 280 എന്ന് വരും. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ദെൻ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. എന്താ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ചോദ്യം പറഞ്ഞത് 5ാമത്തെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് 6ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സെക്കൻഡ് ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 8. ഇവിടെ നമുക്ക് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ഈ 6ാമത്തെ ചോദ്യത്തിൽ ശ്രദ്ധിക്കണം. 6ാമത്തെ ചോദ്യത്തിൽ നമ്മൾ കറക്കാൻ സാധ്യതയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, മെയിനായിട്ട് നമ്മുടെ സെക്കൻഡ് ടേമാണ് തന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സാധാരണയായിട്ട് എന്താ തരിക? ഫസ്റ്റ് ടേമാണ് തരിക. പക്ഷേ ഇവിടെ സെക്കൻഡ് ടേമാണ് തന്നിരിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കോമൺ ഡിഫറൻസ് എത്ര നമുക്ക് തന്നിരിക്കുന്നത്? 3 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം അതിൻ്റെ സീക്വൻസ് എഴുതണം. എന്താണ് സീക്വൻസ് എഴുതുക? എങ്ങനെ ശ്രേണി എഴുതുക? വളരെ സിമ്പിളാണ്. നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റിയ സംഗതിയേ ഉള്ളൂ എന്നാണ് കരുതുന്നത്. അപ്പോൾ റൈറ്റ് ദ സീക്വൻസ് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ടേം 8 ആണ്. 2ാമത്തെ ടേം 8 ആണ്. കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ ഫസ്റ്റ് ടേം എത്രയായിരിക്കും? 5 ആയിരിക്കും. പിന്നെ അടുത്തത് ടേം 8 ആയിരിക്കും. അടുത്ത ടേം 11 ആയിരിക്കും, എക്സെട്ര. ഇങ്ങനെയാണ് വരിക. ഇതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യൻ 12ാമത്തെ ടേം എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷനിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ചില സ്കൂളുകളിൽ f+n-1 ഇൻറ്റു ഡി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ വരിക? ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോമൺ ഡിഫറൻസ് 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു എത്രാമത്തെ ടേം കണ്ടുപിടിക്കേണ്ടി? 12ാമത്തെ ടേം പ്ലസ് f-d. ഫസ്റ്റ് ടേം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 ആണ്. 5 3 കുറച്ച് കഴിഞ്ഞാൽ 2. അപ്പോൾ 3 ഇൻറ്റു 12 ചെയ്താൽ 36. 36 ഈ 2 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 38 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിലാണ് അതിൻ്റെ ആൻസർ വരിക. ദെൻ 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സീക്വൻസിൻ്റെ 25ാമത്തെ ടേം എന്ന് പറയുന്നത് 140 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 25. അപ്പോൾ നമ്മളെങ്ങനെ എഴുതേണ്ടത്? ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ ഫസ്റ്റ് തന്നെ എങ്ങനെ എഴുതേണ്ടത്? x25. 25ാമത്തെ ടേം എന്ന് പറയുന്നത് 140 ആണ്. അപ്പോൾ ഇതിൽ 25 എന്നുള്ളത് പൊസിഷനും ഇയാൾ ടേമുമാണ്, ശ്രദ്ധിക്കണം. പിന്നെ 27ാമത്തെ ടേം 166 ആണ്. അപ്പോൾ x27 ഈക്വൽ ടു 166 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മുടെ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ? പദങ്ങളുടെ വ്യത്യാസം ബൈ സ്ഥാനങ്ങളുടെ വ്യത്യാസമാണ്. അപ്പോൾ ആ ഇക്വേഷൻ എഴുതിയ ശേഷം ആരൊക്കെയാണ് ഇവിടുത്തെ ടേം ഡിഫറൻസ്? ഈ 166 140 എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ 166 മൈനസ് 140 ബൈ എന്തായിരിക്കും വരിക? പൊസിഷൻ ഡിഫറൻസ് പറഞ്ഞാൽ 27 25 മൈനസ് ചെയ്യണതാണ്. 27 മൈനസ് 25. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരിക? 166 140 പോയി കഴിഞ്ഞ് പറഞ്ഞാൽ 26 എന്ന് വരും. 26 ബൈ 2 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 13 എന്ന ഉത്തരം കിട്ടും. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 13 ആണ്. ഇനി നമുക്ക് 35ാമത്തെ ടേം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ 25ാമത്തെ ടേം ഉണ്ട്. 27ാമത്തെ ടേം എന്ന് വേണമെങ്കിൽ കൂട്ടിക്കാം. അപ്പോൾ 35ാമത്തെ ടേം എന്ന് പറയുന്നത് x35 എന്ന് പറയുന്നത് 25ാമത്തെ ടേമിനോടൊപ്പം x25നോടൊപ്പം എന്ത് കൂട്ടണമാണ്? 10 പ്രാവശ്യം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണതാണ്. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 25ാമത്തെ ടേം പറഞ്ഞാൽ എത്രയാണ്? 25ാമത്തെ ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 ആണ്. 140 പ്ലസ് 10 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്ര വരിക? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണെന്ന് പറഞ്ഞു. ഓക്കെ, 13 ഇൻറ്റു 10 130 ആണ്. 130 140 കൂട്ടിയ 270 എന്ന ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ 7ാമത്തെ ചോദ്യത്തിൻ്റെ പൂർണ്ണമായ ഉത്തരം. ദെൻ 8th ക്വസ്റ്റ്യനിലേക്ക് വരാം. 3 മാർക്കിൻ്റെ ചോദ്യത്തിൽ 3ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ?
നാലാമത്തെ ക്വസ്റ്റ്യനായിട്ട് വരുന്ന 8 മാർക്കിൻ്റെ എട്ടാമത്തെ ചോദ്യം. വളരെ സിമ്പിളായിട്ട് ഇതേമാതിരി ഇവിടെ തന്നെ പറയാൻ പറ്റിയൊരു സംഗതിയാണത്. നമുക്ക് നോക്കാം എന്താണ് സംഭവം എന്നുള്ളത്. Then the natural number, a natural number 1 to 50, 1 മുതൽ 50 വരെ എഴുതിയൊരു പിന്നെ ബോക്സിലിട്ടിട്ടുണ്ട്, പേപ്പറുകൾ ബോക്സിലിട്ടിട്ടുണ്ട്. അതിൽ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ലിപ്പ് എടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4, 4ൻ്റെ ഗുണിതമാവാനുള്ള സാധ്യത എത്രയാണെന്നാണ് ആദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം 1 മുതൽ 50 വരെയുള്ള, അപ്പോൾ ടോട്ടൽ 50 ഉണ്ടെന്ന് അറിയാം. ടോട്ടൽ എത്ര ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം. പിന്നെ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4, 4ൻ്റെ മൾട്ടിപ്പിൾ 50ൻ്റെ ഉള്ളിൽ വരുന്ന എത്ര സംഖ്യയുണ്ട് നമുക്കറിയാം. 4 × 10 40ആണ്. 40ന് ശേഷം 4ൻ്റെ മൾട്ടിപ്പിളായി വരുന്നത് 44ഉം പിന്നെ ഒന്ന് 48ഉമാണ്. അപ്പോൾ 12 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ എത്രയാണ് വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു 12/50 എന്നാണ് വരിക ഒന്നാമത്തേൻ്റെ ആൻസർ. നമുക്കിതിനെ ഈ 12 ഒന്നുകിൽ നിങ്ങൾ 12/50 എന്ന് എഴുതിയാൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾ ചെറുതാക്കുകയാണെങ്കിൽ അതിനെ ശരിയാക്കണം. എങ്ങനെയാണ്? 12ഉം 15ഉം ഏതിൻ്റെ ടേബിളിലാണ് കോമൺ ആയിട്ട് വരുന്നത്, നമുക്കതിന് പകുതിയാക്കാം. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് എന്ത് വരും? 6/25 എന്ന് വരും. ഇനി ചെറുതാക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കുക. ഇനി ചെറുതാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? 12/50, ദാറ്റ് ഈസ് 6/25. 2 എഴുതിയാലും ശരിയാണ്. ബി ക്വസ്റ്റ്യനിലേക്ക് വരാം നമുക്ക്. ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ബി ക്വസ്റ്റ്യനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൈയോടെ എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, ഞാനത് ഓരോന്നും ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് ജസ്റ്റ് അത് മായ്ച്ച് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5? ഇപ്പോൾ ഇതിൻ്റെ ആൻസറാണ് നമ്മളിനി ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതണം കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് പി ഓഫ് വട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ഓഫ് 5 വട്ട് ഇങ്ങനെ എഴുതണം. അങ്ങനെ എഴുതുമ്പോഴാണ് അത് പൂർണ്ണമാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ ആൻസർ മാത്രം പറയുന്നതുകൊണ്ട് എന്ത് ചെയ്യണില്ല, അങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല. അപ്പോൾ 5ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത 50 വരെയുള്ള 1 മുതൽ 50 വരെയുള്ള നമ്പറിൽ 5ൻ്റെ മൾട്ടിപ്പിൾ ആവാൻ സാധ്യതയുള്ള 10 നമ്പറുകളാണുള്ളത്. നമുക്ക് അറിയാം. ആ 10 നമ്പർ ഏതൊക്കെയാണ് എന്നിവിടെ എടുത്തെഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, 10 നമ്മുടെ ടോട്ടൽ നമ്പർ 50ആണ്. 0യും 0യും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ എത്രയും വരിക നമുക്ക്? 1/5 എന്നാണ് ആൻസർ വരിക. ഓക്കെ, ദെൻ നമ്മുടെ സി ക്വസ്റ്റ്യനിലേക്ക് വരാം. സി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്ക്. സി ക്വസ്റ്റ്യനാണ് നമ്മൾ ഞാൻ ആൻസർ ചെയ്യാൻ പോണത്. സി ക്വസ്റ്റ്യൻ ചിലർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും. ഈ എയും ബിയും കിട്ടിയവർക്ക് സിയിൽ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 4 and 5? നോക്ക്, 4ൻ്റെയും 5ൻ്റെയും മൾട്ടിപ്പിൾ ആയി കിട്ടണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 4 and 5? അപ്പോൾ 4ൻ്റെ ആ എടുക്കുന്ന സംഖ്യ 4ൻ്റെ ഗുണിതവുമായിരിക്കണം, 5ൻ്റെ ഗുണിതവുമായിരിക്കണം. ഈ 2ൻ്റെ ടേബിളിലുള്ള നമ്പർ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആരൊക്കെയാണ് ആ നമ്പറായിട്ട് വരിക? 4ൻ്റെയും 5ൻ്റെയും ടേബിളിലുള്ള നമ്പർ ആരാണ്? 4ൻ്റെ ടേബിളിൽ നമുക്കറിയാം ആരൊക്കെയുള്ളത്. 4, 8 അല്ലേ, 12, ഇങ്ങനെ കുറേ നമ്പറുകൾ ഉണ്ട്. നമ്മുടെ 48 വരെയുള്ള നമ്പർ ഉണ്ട്. 5ൻ്റെ ടേബിളിലും ഉണ്ട് അതേമാതിരി. അപ്പോൾ അങ്ങനെ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന സംഖ്യകൾ ആരൊക്കെയാണ് വരുന്നത്? ഒന്ന് 20ആണ്. 20 അല്ലേ. 20 എന്നുള്ള സംഖ്യ എന്താണ്? 4ൻ്റെ ടേബിളിലും വരുന്നുണ്ട്, 5ൻ്റെ ടേബിളിലും വരുന്നുണ്ട്. പിന്നെ ഒന്ന് 40 വരുന്നത്. 40 5 × 8 ചെയ്താൽ 40 കിട്ടും, 4 × 10 ചെയ്താലും 40 കിട്ടും. ഈ 2 സംഖ്യകൾ മാത്രമേ വരുന്നുള്ളൂ. അതേ സ്ഥാനത്ത് ഈ ആൻഡ് മാറിയിട്ട് നമുക്ക് ഓറാണ് ചോദിച്ചിരിക്കണമെന്ന് ഇരിക്കട്ടെ. ഈ ആൻഡ് മാറിയിട്ടേ ഓറാണ് ചോദിച്ചിരിക്കണമെങ്കിൽ അത് 4ൻ്റെ മൾട്ടിപ്പിൾ ആകാനുള്ള എല്ലാ സംഖ്യയും എടുക്കണം, 5ൻ്റെ മൾട്ടിപ്പിൾ ആവാനുള്ള എല്ലാ സംഖ്യയും എടുക്കണം. ആ രീതിയിലാണ് അതിൻ്റെ വ്യത്യാസം വരിക. അപ്പോൾ അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താ വരിക? ദ പ്രോബബിലിറ്റി ഈസ് 2/50, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/25 എന്നാണ് ആൻസർ വരിക. ഓക്കെ, നോക്കാം നമുക്ക് 9ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ആഡഡ് ടു x² + 6x? x² + 6xൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ചോദിച്ചിട്ടുണ്ട്. x² + 6xൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ ഒരു പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗം കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ട്. മക്കളെ, എന്താണ് പെർഫെക്റ്റ് സ്ക്വയർ? നമുക്കറിയാം. ആരാണ് പെർഫെക്റ്റ് സ്ക്വയർ? 1, 4, 9 എക്സെട്ര ഇങ്ങനത്തെ നമ്പറിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇവരുടെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാൻ കാരണം? ഇവരുടെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇതിലെ
ഈ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ് പറയാൻ കാരണം 9 പറഞ്ഞാൽ 3ൻ്റെ സ്ക്വയറാണ്. 4 ഒരു പെർഫെക്റ്റ് സ്ക്വയറാണ് പറയാൻ കാരണം 4 2ൻ്റെ സ്ക്വയറാണ്. ഇങ്ങനെ ഏതിനെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയറായ നമ്പറിനെ നമ്മൾ പറയുന്ന പേരാണ് പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗം എന്നത്. അപ്പോൾ നോക്ക്, ഇവിടെ x² + 6x പൂർണ്ണവർഗമാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇതിൻ്റെ കൂടെ ഒരു ടേമും കൂടെ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. ഹോൾ സ്ക്വയർ ആക്കി എഴുതുന്നത് എങ്ങനെയാണ് ഹോൾ സ്ക്വയർ ആക്കി എഴുതുന്നത്? a² + 2ab + b². അങ്ങനെ 3 ടേം ഉണ്ടാവും. അതേ സ്ഥാനത്ത് ഇവിടെ 2 ടേമേ ഉള്ളൂ. അപ്പോൾ x² + 6xൻ്റെ കൂടെ എന്ത് കൂട്ടണം? ഈ എക്സിൻ്റെ മുമ്പിൽ ആരാണോ ഉള്ളത്, എക്സിൻ്റെ മുമ്പിലുള്ളത്? 6. എക്സിൻ്റെ മുമ്പിൽ ആരാണോ ഉള്ളത് അതിൻ്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടണം. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഇതിൻ്റെ ഉത്തരം എന്തെഴുതണം? 3² എന്നെഴുതണം, അതല്ലെങ്കിൽ 9 എന്നെഴുതണം. 2 എഴുതിയാലും ശരിയാണ്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കോ. if x² + ax + 16 ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഇയാളൊരു പൂർണ്ണവർഗമാണ് എങ്കിൽ എയുടെ വില എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. എത്ര എയുടെ വില വരിക നോക്ക്. ഈ 16 എന്ന സംഖ്യ ഏത് നമ്പറിൻ്റെ സ്ക്വയറാണ്? 4ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ എയുടെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ നോക്ക്, ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ക്വസ്റ്റ്യനിൽ എന്താ ചെയ്തത്? 6ൻ്റെ പകുതിയുടെ എക്സിൻ്റെ മുമ്പിൽ ഏത് സംഖ്യയാണോ ഉള്ളത് അതിൻ്റെ പകുതിയുടെ സ്ക്വയർ കൂട്ടിയാലാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുക. അപ്പോൾ 16 എന്നുള്ളത് 4ൻ്റെ സ്ക്വയറാണ്. 4ൻ്റെ ഡബിൾ എത്രയാണ്? 8. 8 എക്ക് പകരം എയുടെ വില 8 ആയാൽ മാത്രമേ ഈ 16 അവിടെ വരികയുള്ളൂ. കാരണം 8ൻ്റെ പകുതിയാണ് 4, 4ൻ്റെ സ്ക്വയറാണ് 16. ഞാൻ അടുത്ത് എന്താ പറഞ്ഞിരിക്കണം നോക്ക്. if x² + ax + b ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, ഇവിടെ എയും ബിയും തന്നിട്ടുണ്ട് കേട്ടോ. ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, പ്രൂവ് ദാറ്റ് a² = 4b. a² = 4b ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം? തെളിയിക്കണം. അപ്പോൾ നോക്കിക്കോ, നമുക്കെല്ലാവർക്കും അറിയാം ഇതൊരു ഈ എടുക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് എഴുതാം കേട്ടോ, ശ്രദ്ധിച്ചോ. x² + x² + ax + b എന്നെടുക്കുകയാണ് ഞാൻ. ഇതിൽ എ എന്ന ആളുടെ പകുതിയുടെ സ്ക്വയറാണല്ലോ ഇത്. അപ്പോൾ എയുടെ പകുതിയുടെ സ്ക്വയറാണ് ആര് എന്ന് പറയണത്? ബി എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ എയുടെ സ്ക്വയർ എന്താണ്? ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് ഇവിടെ എഴുതുന്നത്. എയുടെ സ്ക്വയറാണ് a² താഴത്തെ 2ൻ്റെ സ്ക്വയറാണ് 4 = b. ഈ 4 നമ്മൾ അങ്ങോട്ട് ട്രാൻസ്ഫോം മാറ്റുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? a² = 4b. നോക്ക്, ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട സാധനം എന്ത് ചെയ്തിരിക്കുകയാണ്? കിട്ടിയിരിക്കുകയാണ്. ഇനി നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യനിൽ നിന്ന് വരുമ്പോൾ 10ാമത്തെ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ഫോളോയിങ് സംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. വളരെ ഡയറക്റ്റായ ഒരു ക്വസ്റ്റ്യനാണ് ഈ 3 സബ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 1 2 3 etc 100 വരെയുള്ള നമ്പറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 100 വരെയുള്ള നമ്പർ പറഞ്ഞിരിക്കണമെങ്കിൽ നമുക്കിതിന് നോർമലായിട്ട് പല ഫോർമുലാസ് യൂസ് ചെയ്ത് ചെയ്യുക. നാച്ചുറൽ നമ്പറിൻ്റെ ഫോർമുല യൂസ് ചെയ്ത് ചെയ്യുക, ഓഡ് നമ്പറിൻ്റെ, ഈവൺ നമ്പറിൻ്റെ ഫോർമുലയൊക്കെ യൂസ് ചെയ്ത് ചെയ്യുക. ഏതായാലും നാച്ചുറൽ നമ്പറിന് നമ്മളെല്ലാവരും നോർമലായ ഫോർമുലാസാണ് യൂസ് ചെയ്യുക. അതായത് n × n + 1/2 എന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യൽ. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെയാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ എങ്ങനെയായിരിക്കും വരിക. 1 + a ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താ വരുന്നത് നിൽക്കുന്നത്? 1 + 2 + 3 etc +100 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ഇക്വേഷൻ? നമ്മുടെ n × n + 1 /2 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു n പറഞ്ഞാൽ ഇവിടെ നമ്മുടെ 100 ആണ്. അപ്പോൾ 100 × 101 /2. 100ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര വരിക? 50. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 × 101. അപ്പോൾ 101നെ ആദ്യം 5 കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 505. എന്നിട്ട് അതിൻ്റെ കൂടെ ആ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 5050. ഇതാണ് എ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ബി ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 1 + 3 അതായത് ഓഡ് നമ്പറിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. 1 + 3 + 5 etc +99 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നാച്ചുറൽ നമ്പറുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യരുത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിൽ എന്തെടുത്തത്? 1 + 2 + 3 etc +100 എന്നെടുത്തപ്പോൾ ഈ 100നെയാണ് n ആയിട്ട് നമ്മൾ എടുത്തത്. പക്ഷേ വേറെ ഒരു സീക്വൻസിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അങ്ങനെ ചെയ്യരുത്. അരിത്മെറ്റിക് സീക്വൻസിൽ ഈ നാച്ചുറൽ നമ്പർ ചെയ്താൽ മാത്രം ശരിയാണ്. ബാക്കിയുള്ളതിലേക്ക് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? n കണ്ടുപിടിക്കണം. ഇവിടെ എത്ര n ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. n എങ്ങനെ കണ്ടുപിടിക്കുക? ലാസ്റ്റ് ടേം, അവിടുത്തെ ലാസ്റ്റ് ടേം 99 - ഫസ്റ്റ് ടേം
കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ് ഇവിടെ 2 + 1 ഈ രൂപത്തിൽ ചെയ്യണം. അപ്പോൾ 99 1 മൈനസ് ചെയ്താൽ 98/2 + 1. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 98ൻ്റെ പകുതി പറയുമ്പോൾ 49 ആണ്. 49 + 1 പറയുമ്പോൾ എത്ര കിട്ടുക നമുക്ക്? 50 നമ്പറുകൾ ഇവിടെ ഉണ്ട് എന്ന് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് ഈ അവസാനത്തെ 99 എടുത്തിട്ട് n എടുക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സംബന്ധമായിട്ട് SN = എന്താ ഇക്വേഷൻ? n/2 അല്ലേ? n/2 × x1 + xn ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്താണ് x1 പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, അതൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ നമ്മുടെ സം എന്ന് പറഞ്ഞാൽ എത്രയും നമുക്ക് കിട്ടുക? 50/2. ഇതാണ് ഏറ്റവും കൂടുതൽ പേർക്ക് തെറ്റുപറ്റുന്നത്. ഞാൻ പറഞ്ഞത് ഡയറക്റ്റായിട്ട് 99/2 എന്ന് എഴുതി പോകും. ഓക്കെ, അതായിരിക്കും നിങ്ങളുടെ തെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം കേട്ടോ. ഏറെക്കുറെ ആൾക്കാർ പേപ്പർ നോക്കുമ്പോൾ അതായിരിക്കും തെറ്റ് വരിക എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ 1 + ഏറ്റവും, അതായത് ഫസ്റ്റ് ടേം 1 ആണ്, ലാസ്റ്റ് ടേം അപ്പോഴാണ് നമ്മൾ ലാസ്റ്റ് ടേമിൻ്റെ അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? 99 എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്ക്, 50ൻ്റെ പകുതി എത്രയാണ്? 25. 25 ഇൻറ്റു ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? 100. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2 5 100 ആയതുകൊണ്ട് 0 0 ഒപ്പിട്ട് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ C ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. എല്ലാവർക്കും മനസ്സിലായല്ലോ? C ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. C ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്ക്. C ക്വസ്റ്റ്യനിൽ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 2 + 4 + etc. + 100 ആണ്. ഞാനൊരു എളുപ്പ വഴിയും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. C ക്വസ്റ്റ്യനിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താ? 2 + 4 + 6 + etc. + 100 ആണ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി സിമ്പിളായി ഞാൻ ഒരു വഴി പറഞ്ഞുതരാം. ഇതിന് നമുക്കിപ്പോൾ n = പറഞ്ഞ ഇക്വേഷൻ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കറിയാം 2 4 6. അപ്പോൾ 100 നോക്ക്, 6 എത്രാമത്തെ ടേമാണ്? ഇവിടുത്തെ 3ാമത്തെ ടേമാണ്. അപ്പോൾ അതിൻ്റെ പകുതി കണ്ടാൽ മതി. 100 എത്രാമത്തെ ടേമാണെന്ന് വെച്ചാൽ 50ാമത്തെ ടേമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഇങ്ങനെയും കൂടി ചെയ്യാം കേട്ടോ. ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാവരും ഇവർ ഈവൺ നമ്പേഴ്സാണ്. അപ്പോൾ ഈവൺ നമ്പേഴ്സ് എന്ന് ഞാൻ 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2ൽ എത്ര 2 ഉണ്ട്? 1 പ്രാവശ്യം. 4ൽ എത്ര 2 ഉണ്ട്? 2 പ്രാവശ്യം. 6ൽ എത്ര 2 ഉണ്ട്? 3 പ്രാവശ്യം. പ്ലസ് എക്സെട്രാ പ്ലസ് 100ൽ എത്ര 2 ഉണ്ട്? 50 പ്രാവശ്യം. അപ്പോൾ നമ്മുടെ സാധാരണ നാച്ചുറൽ നമ്പറിൻ്റെ ഇക്വേഷനായി മാറിയില്ലേ ഇത്? അപ്പോൾ എന്തായി? n പറഞ്ഞാൽ അവസാനത്തെ എടുക്കാം. 50 × 51/2. ഈ /2 എന്തായിപ്പോയി? വെട്ടിപ്പോയി. ബാക്കി എന്ത് ചെയ്താൽ മതി? 50നെ 51 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 50 × 51 ചെയ്ത് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ അപ്പോഴേ പറഞ്ഞ പോലെ 51 51നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. എന്താ ചെയ്യേണ്ടി? 51നെ 5 കൊണ്ട് ഇൻറ്റു ചെയ്യാം. അപ്പോൾ 5 25 ഇങ്ങനെ കിട്ടും. എന്നിട്ട് 2 5 5 എന്നിട്ടിട്ട് നമ്മൾ ഈ 0 എടുത്തില്ലല്ലോ, ആ 0 കൊണ്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2550 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ദെൻ നമ്മൾ 11ാമത്തെ ചോദ്യത്തിലേക്ക്, അതായത് നമ്മുടെ 3 മാർക്കിൻ്റെ ചോദ്യത്തിൻ്റെ അവസാന ചോദ്യമായ ഈ വീഡിയോ നമുക്ക് ഈ ചോദ്യത്തോടു കൂടി അവസാനിക്കുകയാണ്. 4 മാർക്കിൻ്റെ ചോദ്യം, കാരണം 4 മാർക്കിൻ്റെ പറയുമ്പോൾ കുറച്ചും കൂടി വലിയ ആൻസർ വരുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ 3 മാർക്കിൻ്റെ ഇവിടെ കംപ്ലീറ്റ് ആക്കുകയാണ്. ശ്രദ്ധിക്കുക. 11ാമത്തെ ചോദ്യം എന്താ? 11ാമത്തെ ചോദ്യം 6 10 14 etc. എന്നൊരു അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ട്. അതിൻ്റെ ആൽജിബ്രിക് വളരെ ഡയറക്റ്റ് ഉണ്ടാവും. ആൽജിബ്രിക് പറഞ്ഞാൽ ബീജഗണിത രൂപം എന്താണെന്ന് കണ്ടുപിടിക്കണം. പിന്നെയോ അതിൻ്റെ 20 ടേമിൻ്റെ സം എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. എല്ലാവർക്കും ചോദ്യം മനസ്സിലായല്ലോ? ഡയറക്റ്റായ ക്വസ്റ്റ്യനാണിത്. നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസ് എഴുതുന്നത് തെറ്റാൻ പാടില്ല കേട്ടോ. എന്താണ്? 6 10 14 etc. ഓക്കെ, നമുക്ക് തുടങ്ങാം. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? നമ്മുടെ 6 ആ അരിത്മെറ്റിക് സീക്വൻസ് ആദ്യം എഴുതിയെടുക്കണം. നമുക്കറിയാം ഇവിടുത്തെ ഫസ്റ്റ് ടേം എത്രയാണ്? 6 ആണ്. കോമൺ ഡിഫറൻസ് എത്രയാണ്? 4 ആണ്. ഇതൊക്കെ എഴുതാൻ മടിക്കരുത്. എ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആൽജിബ്രിക് എക്സ്പ്രഷനാണ്. xn = dn + f - d എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ എന്താ വരിക? dn പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 4 ആണ്. 4n ന് വില ഇട്ട് കൊടുക്കാൻ പാടില്ല. പ്ലസ് f - d 6 - 4. അപ്പോൾ ദ ആൻസർ ഈസ് 4n + 2. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇനി നമ്മുടെ ബി ക്വസ്റ്റ്യൻ എന്താ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്? എന്തായിരുന്നു ബി ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചത്? ബി ക്വസ്റ്റ്യൻ ചോദിച്ചത് ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് എന്നാണ്. 20 ടേമിൻ്റെ സം കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ഇക്വേഷൻ? ആദ്യം 20ാമത്തെ ടേം എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. 20ാമത്തെ ടേം പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുക?
ഇതിൽ എന്നിന് പേര് 20 ഇട്ട് കൊടുത്താൽ മതി. വളരെ സിമ്പിളല്ലേ. 4 × 20 + 2. 4 × 20 80 ആണ്. 80ൻ്റെ ഒപ്പം 2 കൂട്ടിയാൽ 82 ആണ്. ഓക്കെ. അപ്പോൾ സം ഓഫ് n ടേംസ് ഈക്വൽ ടു n പദങ്ങളുടെ തുക n/2 × x1 + xn. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ആദ്യ പദം പ്ലസ് അവസാന പദം. എത്രയാണ് ഇവിടുത്തെ n എന്ന് പറയുന്നത്? 20 ടേമിൻ്റെ സമ്മാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ മക്കളെ. അപ്പോൾ 20/2 അതാണ് നമ്മുടെ n. 20 കേട്ടോ. 20/2 × ആദ്യ പദം 6 പ്ലസ് അവസാന പദം അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച 82. അപ്പോൾ 20ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 10 ആണ്. 10 × 88 ദാറ്റ് ഈസ് ഈക്വൽ ടു 880 എന്ന ആൻസർ വരും. അപ്പോൾ ഇതോടുകൂടി ഇപ്പോൾ നമ്മൾ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തു? എല്ലാവർക്കും ഓർമ്മയുണ്ടോ എത്ര മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ അറ്റൻഡ് ചെയ്തു? നമ്മളിപ്പോൾ ഒരു 2 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തു. നമുക്കിനി അതൊന്നും ഇല്ലെങ്കിലും നമുക്കറിയാം 4 ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ആ 3 നമുക്ക് ഇഷ്ടപ്പെട്ട 3 അറ്റൻഡ് ചെയ്തു നമ്മൾ 6 മാർക്ക് നേടി എന്ന് തന്നെ വിചാരിക്കുക. ഇപ്പോൾ നമുക്കറിയാം 3 മാർക്കിൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്? നമ്മുടെ 5 ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്. 5 × 3 മാർക്ക് 15 മാർക്കായി. അപ്പോൾ അതായത് ടോട്ടൽ നമ്മുടെ 15ഉം 6ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 21 മാർക്ക് ഇപ്പോൾ 2 മാർക്കിലും 3 മാർക്കിലും കൂടി തന്നെ നമുക്ക് ആക്കാൻ പറ്റും. ഈ 5 അറ്റൻഡ് ചെയ്യേണ്ടതിൽ മൊത്തം 7 ചോദ്യങ്ങളുണ്ട്. ഈ 7 ചോദ്യങ്ങളിൽ നമ്മൾ ഏതെങ്കിലും 5 അറ്റൻഡ് ചെയ്താൽ മതി. 7 ചോദ്യം നമ്മളിവിടെ ഉത്തരം ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദ്യത്തിൽ മനസ്സിലായത് ഏതാണോ അതാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ രൂപത്തിൽ സ്കൂളിൽ പരീക്ഷ വരുമ്പോൾ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്കൂളിലത്തെ പരീക്ഷയിലും ചോദിക്കുക. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ആ മാർക്ക് കളയരുത്, തെറ്റുകൾ തിരുത്തി പഠിക്കുക. ഓക്കെ. ബാക്കി നമ്മുടെ 2ാമത്തെ വീഡിയോയിൽ 4 മാർക്കിൻ്റെ സെഷനുമായി ഞാൻ വരുന്നതാണ്. എല്ലാവരും നല്ല രൂപത്തിൽ തന്നെ ഇതിനെ പോസിറ്റീവായി എടുത്ത് നിങ്ങളുടെ മാറ്റങ്ങൾ നിങ്ങൾക്ക് ചരിത്രമാകണം. നിങ്ങൾ ഈ ഫസ്റ്റ് ടൈം എക്സാം എഴുതാൻ പോണത് നിങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും നല്ല മാത്സ് എക്സാം ആക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ച് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.